നമസ്കാരം. ടീം UDFിലെ മന്ത്രിമാരെ പ്രഖ്യാപിച്ച് നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ. ഗവർണർ രാജേന്ദ്ര ആർലേക്കറിനെ കണ്ട് മന്ത്രിമാരുടെ പട്ടിക കൈമാറിയതിനു ശേഷം തിരുവനന്തപുരത്ത് നടന്ന വാർത്താ സമ്മേളനത്തിലാണ് VD സതീശൻ മന്ത്രിമാരെ പ്രഖ്യാപിച്ചത്. കോൺഗ്രസിൽ നിന്ന് 11 മന്ത്രിമാരും മുസ്ലിം ലീഗിൽ നിന്ന് 5 പേരുമാണ് മന്ത്രിമാരാകുക. മന്ത്രിമാരിൽ 2 വനിതകളും ഉൾപ്പെട്ടിട്ടുണ്ട്. രമേശ് ചെന്നിത്തല, K മുരളീധരൻ, AP അനിൽകുമാർ, ബിന്ദു കൃഷ്ണ, സണ്ണി ജോസഫ്, PC വിഷ്ണുനാഥ്, റോജി M ജോൺ, T സിദ്ദിഖ്, M ലിജു, KA തുളസി, OJ ജനീഷ് എന്നിവരാണ് കോൺഗ്രസിൽ നിന്നും മന്ത്രിമാരാകുക. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സ്പീക്കറും ഷാനിമോൾ ഉസ്മാൻ ഡെപ്യൂട്ടി സ്പീക്കറുമാകും. PK കുഞ്ഞാലിക്കുട്ടി, PK ബഷീർ, N ഷംസുദ്ദീൻ, KM ഷാജി, VE അബ്ദുൽ ഗഫൂർ എന്നിവരാണ് ലീഗിന്റെ 5 മന്ത്രിമാർ. 2.5 വർഷം കഴിഞ്ഞാൽ പാറക്കൽ അബ്ദുള്ള മന്ത്രിയാകും. കോഴിക്കോടിന് പ്രാതിനിധ്യം നൽകുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ നീക്കം. കേരള കോൺഗ്രസിൽ നിന്ന് മോൻസ് ജോസഫ് മന്ത്രിയാകും. RSPയിൽ നിന്ന് ഷിബു ബേബി ജോണും മന്ത്രിയാകും. CMPയിലെ CP ജോൺ മന്ത്രിയാകും. ചീഫ് വിപ്പ് സ്ഥാനം കേരള കോൺഗ്രസിലെ അപ്പു ജോസഫിന് നൽകുമെന്നാണ് വിവരം. കേരള കോൺഗ്രസ് ജേക്കബ് ഗ്രൂപ്പിലെ അനൂപ് ജേക്കബും KDPയിലെ ഏക MLA ആയ മാണി C കാപ്പനും മന്ത്രിസ്ഥാനം 2.5 വർഷം വീതം പങ്കിടും. നഫീസത്ത് ബീവിക്ക് ശേഷം കാലങ്ങൾക്ക് ശേഷമാണ് ഒരു വനിത നിയമസഭയുടെ ഡെപ്യൂട്ടി സ്പീക്കർ പദവിയിലേക്ക് എത്തുന്നതെന്ന ചരിത്രപരമായ നേട്ടവും ഇതോടെ യാഥാർത്ഥ്യമാകുന്നുവെന്ന് നിയുക്ത മുഖ്യമന്ത്രി പറഞ്ഞു. സാമൂഹികവും പ്രാദേശികവുമായ എല്ലാ ഘടകങ്ങളും കൃത്യമായി കണക്കിലെടുത്താണ് കോൺഗ്രസ് മന്ത്രിമാരെ തീരുമാനിച്ചതെന്നും നിയുക്ത മുഖ്യമന്ത്രി പറഞ്ഞു. പാർട്ടിക്കായി അധ്വാനിച്ച മന്ത്രിസ്ഥാനത്തിന് പൂർണ്ണമായും അർഹരായ ഒരുപാട് പേരെ പലവിധ പരിമിതികൾ കാരണം ഇത്തവണ പരിഗണിക്കാൻ സാധിച്ചിട്ടില്ല. ഇതിൽ തനിക്ക് വലിയ ദുഃഖമുണ്ട്. AICC നേതൃത്വത്തിന്റെ പൂർണ്ണമായ അനുവാദത്തോടെയാണ് ഈ അന്തിമ പട്ടിക തയ്യാറാക്കിയത്. മുഖ്യമന്ത്രിയേക്കാൾ വലിയ ശ്രീനാരായണീയൻ ആരാണുള്ളതെന്ന ചോദ്യത്തോടെയാണ് സമുദായ സമവാക്യങ്ങളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് അദ്ദേഹം മറുപടി നൽകിയത്. മന്ത്രിമാരുടെ വകുപ്പുകൾ സംബന്ധിച്ച് മുന്നണിയിൽ ഏകദേശ ധാരണയായിട്ടുണ്ടെന്നും സതീശൻ വ്യക്തമാക്കി. പതിവ് പോലെ തിങ്കളാഴ്ച നടക്കുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിന് ശേഷം വകുപ്പുകൾ അടങ്ങിയ കൃത്യമായ ലിസ്റ്റ് ഗവർണർക്ക് കൈമാറും. ഇത് സംബന്ധിച്ച ഔദ്യോഗിക ഗസറ്റ് വിജ്ഞാപനം പുറത്തുവരുമ്പോൾ അടുത്ത വിസ്മയം പ്രതീക്ഷിക്കാമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം തനിക്ക് കിട്ടിയ വകുപ്പിൽ K മുരളീധരൻ അതൃപ്തി പ്രകടിപ്പിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. അതേസമയം UDF മന്ത്രിസഭയിൽ M വിൻസെന്റിന് മന്ത്രിസ്ഥാനം നൽകാത്തതിലും ഫിഷറീസ് വകുപ്പ് മുസ്ലിം ലീഗിന് നൽകിയതിലും കടുത്ത അതൃപ്തി പ്രകടിപ്പിച്ച് ലത്തീൻ സഭ രംഗത്ത് വന്നു. പ്രതിഷേധ സൂചകമായി നാളെ നടക്കുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങ് പൂർണ്ണമായും ബഹിഷ്കരിക്കാനാണ് സഭയുടെ തീരുമാനം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFന് പരസ്യ പിന്തുണ നൽകിയിട്ടും മന്ത്രിസഭാ രൂപീകരണത്തിൽ ലത്തീൻ സഭയെ പൂർണ്ണമായി അവഗണിച്ചെന്നാണ് ആക്ഷേപം. സഭയെ വെറും വോട്ട് ബാങ്കായി മാത്രമാണ് മുന്നണി കണ്ടതെന്ന് ലത്തീൻ അതിരൂപത വികാരി യുജിൻ പെരേര തുറന്നടിച്ചു. മന്ത്രിസഭാ രൂപീകരണത്തിൽ സഭയോട് കാട്ടിയത് കടുത്ത അവഗണനയാണെന്നും അദ്ദേഹം പറഞ്ഞു. തീരദേശ മേഖലകളിൽ നിന്നുള്ള ജനപ്രതിനിധികളെ വിജയിപ്പിക്കുന്നതിൽ നിർണായക പങ്കാണ് ലത്തീൻ സഭ വഹിച്ചത്. എന്നാൽ ഇപ്പോഴുണ്ടായ തീരുമാനം ഏറെ നിരാശാജനകമാണ്. സഭയ്ക്കുള്ള കടുത്ത അമർഷവും അതൃപ്തിയും മുന്നണിയെ അറിയിച്ചിട്ടുണ്ട്. നാളെ നടക്കുന്ന ചടങ്ങിൽ സഭയുടെ പ്രതിനിധികൾ പങ്കെടുക്കുന്ന കാര്യത്തിൽ പുനരാലോചന നടത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ചടങ്ങിൽ പങ്കെടുക്കുന്നതിനായി 5 പാസുകളാണ് ലത്തീൻ അതിരൂപതയ്ക്ക് ഔദ്യോഗികമായി ലഭിച്ചിരുന്നത്. അതേസമയം സഭയുടെ അതൃപ്തി വാർത്തയായതിനു പിന്നാലെ പ്രതികരണവുമായി നിയുക്ത MLA M വിൻസെന്റ് രംഗത്ത് വന്നു. സഭ പ്രകടിപ്പിക്കുന്നത് അവരുടെ വികാരമാണെന്നും എന്നാൽ ഒരു കോൺഗ്രസ് പ്രവർത്തകനെന്ന നിലയിൽ തനിക്ക് യാതൊരുവിധ പരാതിയുമില്ലെന്നും വിൻസെന്റ് വ്യക്തമാക്കി. ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ആകാൻ കഴിയാത്ത 10,000-കണക്കിന് സാധാരണക്കാരായ പ്രവർത്തകർ നമ്മുടെ പാർട്ടിയിലുണ്ട്. അങ്ങനെയുള്ളപ്പോൾ കോൺഗ്രസ് പാർട്ടി എനിക്ക് എന്നും മികച്ച അവസരങ്ങളാണ് നൽകിയിട്ടുള്ളതെന്നും വിൻസെന്റ് പ്രതികരിച്ചു.